ചേർത്തല അർത്തുങ്കൽ ബൈപ്പാസിലെ ജപ്പാൻ പൈപ്പ് ചോർച്ച പരിഹരിക്കാനുള്ള നടപടി പ്രതിസന്ധിയിൽ തുടരുന്നു. ഇവിടെ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി മാസങ്ങളായി വെള്ളം പാഴാകുന്നു. നഗരസഭയും വാട്ടർ അതോറിറ്റിയും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും നിർമ്മാണ കമ്പനി അനാസ്ഥ കാണിക്കുന്നുവെന്ന് ആരോപണം. ചേർത്തല അർത്തുങ്കൽ ബൈപ്പാസിലെ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട മാസങ്ങൾ പിന്നിടുന്നു. പരിഹരിക്കാൻ നടപടിയില്ല. ചേർത്തല നഗരസഭ പ്രതിഷേധവുമായി രംഗത്ത്. ചേർത്തല നഗരസഭ അധ്യക്ഷൻ എസ് സോബിൻ, വൈസ് ചെയർപേഴ്സൺ NL വത്സലകുമാരി, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് CD ശങ്കർ, KC ആന്റണി, സെക്രട്ടറി അഡ്വക്കേറ്റ് TK സുജിത്ത് തുടങ്ങിയവർ അർത്തുങ്കൽ ബൈപ്പാസിൽ സന്ദർശനം നടത്തി. ചോർച്ചയെ തുടർന്ന് 6 മാസത്തിനിടെ 27 ലക്ഷം ലിറ്റർ വെള്ളമാണ് പാഴാവുന്നത്. ഇത് തുടരുകയാണ്. വെള്ളം അടിപ്പാതയിൽ കെട്ടിക്കിടക്കുന്നതും പാഴായി പോകുന്നതും വലിയ പ്രതിഷേധത്തിനും വഴിയൊരുക്കുന്നു. നഗരസഭയും വാട്ടർ അതോറിറ്റിയും ആവശ്യപ്പെട്ടിട്ടും നിർമ്മാണ കമ്പനി നടപടി സ്വീകരിക്കാൻ വൈകുന്നുവെന്നാണ് ആരോപണം. നടപടിയില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ എസ് സോബിൻ പറഞ്ഞു. ലെവൽ ക്രോസ് അടക്കുന്ന സമയത്ത് 2 വീലറുകളും മറ്റു 4 വീലർ യാത്രക്കാരെല്ലാവരും ഈ അടിപ്പാതയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ മുട്ടപ്പം വെള്ളത്തിലാണ് ചില അവസരങ്ങളിൽ ഈ യാത്രക്കാരിവിടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിക്കോ വാട്ടർ അതോറിറ്റിക്കോ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ഇത് ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ നാളിതുവരെയും ഈ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഈ ദുരിതം ഒഴിവാക്കാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്ന് പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള സ്രോതസ്സാണ്. മാസക്കണക്കായി പൊട്ടി ഒലിക്കുവാൻ തുടങ്ങിയിട്ട് യാതൊരു ഉത്തരവാദിത്വവും കാണിക്കുന്നില്ല ഇവർ. ഇത് സാംക്രമിക രോഗങ്ങളടക്കം പകരുവാൻ സാധ്യതയുള്ള ഉൾപ്പെടെ ഈ യാത്രാ ദുരിതം ഇതെല്ലാം കണക്കിലെടുത്ത് ഒരു ഇടപെടൽ നേരത്തെ തൊട്ട് നടത്തുന്നുണ്ടെങ്കിലും NH അധികാരികൾ ഇതിന് വഴങ്ങുന്നില്ല. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയുടെയും NHൻ്റെയും ഒരു യോഗം, സംയുക്ത യോഗം 31-ാം തീയതി രാവിലെ വിളിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ കൂടി ആലോചിച്ചിട്ടുള്ളത്. ബാക്കി നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. പാതയ്ക്കടിയിലുള്ള 100 mm കുഴലാണ് പൊട്ടിയത്. ഇതിന് പകരമാകുന്ന തരത്തിൽ പാതയുടെ കിഴക്ക് ഭാഗത്തായി 160 mm കുഴൽ സ്ഥാപിക്കുന്ന പ്രവൃത്തി 90% പൂർത്തിയാക്കിയിട്ടുണ്ട്. ഹൈവേ പാലത്തിന് സമീപം 32 മീറ്ററും എക്സ്റേ കവലയിൽ 263 മീറ്ററും സ്ഥാപിക്കുന്നതാണ് അവശേഷിക്കുന്നത്. ഇത് പൂർത്തിയാക്കിയാൽ വെള്ളം വിതരണം പുതിയ കുഴൽ സംവിധാനത്തിലൂടെയാകും. ജല അതോറിറ്റി മേൽനോട്ടത്തിൽ കരാർ കമ്പനിയാണ് കുഴൽ സ്ഥാപിക്കേണ്ടത്. ഇതിനായി കുഴലും ജല അതോറിറ്റിയുടെ മേൽനോട്ടവും ഉറപ്പാക്കിയിട്ടും കമ്പനി പ്രവർത്തനങ്ങൾ നീട്ടുകയാണ്. 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുന്ന പ്രവൃത്തികൾ സാങ്കേതിക തടസ്സങ്ങൾ ഉയർത്തി കാണിച്ച് നീട്ടുകയാണെന്നാണ് ആരോപണം. എക്സ്റേ കവലയിൽ പഴയ ജല അതോറിറ്റി ഓഫീസിന് സമീപത്തെ ജലസംഭരണിയിൽ നിന്നുള്ള പ്രധാന കുഴലുമായാണ് കൂട്ടിയോജിപ്പിക്കേണ്ടത്. ഇതിനായി വേണ്ട കുഴലുകൾ നാളുകളായി ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. എങ്കിലും നടപടി സ്വീകരിക്കുന്നില്ല. ചേർത്തല നഗരസഭ ഏറെ നാളായി ഈ ആവശ്യം ഉന്നയിച്ച രംഗത്തുണ്ട്. എന്നാൽ നിർമ്മാണ കമ്പനി നിഷേധാത്മകമായ നയം സ്വീകരിക്കുന്നു. ഇത് തുടർന്നാൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും മുനിസിപ്പൽ അധികൃതർ അറിയിച്ചു.